റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി മണ്ഡലം മാറി മത്സരിച്ചേക്കും. കടുത്തുരുത്തിയിൽ മത്സരിക്കാൻ സാധ്യത. കടുത്തുരുത്തി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം തുടങ്ങി. ജോസ് കെ മാണിക്ക് കൂടുതൽ വിജയ സാധ്യത കടുത്തുരുത്തിയിലെന്നാണ് വിലയിരുത്തൽ. അഖിൽ കെയും സജോ ദേവസ്യം വിവരങ്ങളുമായി ആദ്യം അഖിലിലേക്ക്. അഖിൽ, എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? ജോസ് കെ മാണിക്ക് വിജയ സാധ്യത കടുത്തുരുത്തിയപ്പോൾ കടുത്തുരുത്തിയിലേക്ക് മാറുമെന്നുള്ള കാര്യം പാർട്ടി സ്ഥിരീകരിക്കുകയാണോ? സ്മൃതി, അത്തരത്തിലുള്ള ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ മണ്ഡലം കൂടുതൽ വിജയിക്കാൻ സാധ്യത കടുത്തുരുത്തിയിലാണ്. സംഘടനാ സംവിധാനം നോക്കുകയാണെങ്കിൽ പോലും ഈ പാലയേക്കാൾ കൂടുതൽ കടുത്തുരുത്തിയിലാണ് സംഘടനാ സംവിധാനങ്ങൾ കൂടി ശക്തം എന്നുള്ളൊരു വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. ഈ പാലയിലെ വിജയ സാധ്യത ജോസ് കെ മാണിക്ക് കുറച്ചുകൂടി, അതായത് ഈ LDF കഴിഞ്ഞ 2 തവണയും, അതായത് മാണിക്ക് ശേഷം കേരള കോൺഗ്രസ് എമ്മിനൊപ്പം പാല നിന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. LDFിനൊപ്പം നിൽക്കുമ്പോഴും കാപ്പൻ ജയിച്ചു. LDFിലേക്ക് കേരള കോൺഗ്രസ് എം എത്തിയപ്പോഴും ഈ വിജയിക്കാൻ അവിടെ കേരള കോൺഗ്രസ് എമ്മിന് സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ തവണ 16,000-ലധികം ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുകയും ചെയ്തത്. പക്ഷേ ഇവിടെ കടുത്തുരുത്തിയിലെത്തിക്കുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് പരാജയമാണെങ്കിൽ പോലും അത് 4,000-ഓളം ഒക്കെ ഭൂരിപക്ഷത്തിലേക്ക് കുറക്കാൻ കഴിയുന്നതാണ് പ്രതീക്ഷ വെക്കുന്നത്. ഈ ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുന്നതിനേക്കാൾ നല്ലത് കടുത്തുരുത്തിയിൽ മത്സരിക്കുന്നതാണ് എന്നുള്ള വിധത്തിലേക്കാണ് പാർട്ടി നേതൃത്വമൊക്കെ എത്തുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ. അതുകൊണ്ട് തന്നെ കടുത്തുരുത്തി കേന്ദ്രീകരിച്ച് കൂടുതൽ കുടുംബ സംഗമങ്ങളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ തന്നെ കൂടുതലായും ജോസ് കെ മാണി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പങ്കെടുത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലൊരു കടുത്തുരുത്തിക്കാണ് ഏറ്റവും കടുത്തുരുത്തിയിൽ വിജയസാധ്യതയിൽ കടുത്തുരുത്തിയിൽ മത്സരിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് മോൻസ് ജോസഫിന്റെ തീരുമാനം? അതിനോട് ഈ വാർത്തയോട് എങ്ങനെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്? സ്മൃതി, അതായത് ഈ മോൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ, അതായത് സ്വാഭാവികമായും അവർ അവിടെ വിജയിച്ചു, ആര് വന്നാലും വിജയിക്കും എന്നുള്ളൊരു പരാമർശത്തിന് അപ്പുറത്തേക്ക് മറ്റൊരു പരാമർശം നടത്തും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചോളം, അതായത് കടുത്തുരുത്തിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു തൊട്ടു മുൻപത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഭൂരിപക്ഷം വലിയ രീതിയിൽ വെട്ടിക്കുറയ്ക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ സാധിച്ചിരുന്നു എന്നുള്ളതാണ് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചോളം കടുത്തുരുത്തിയിലേക്ക് കണ്ണുവെക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് നൽകിയിട്ടുള്ള സീറ്റുകളാണ്. അതിൽ കോട്ടയം ജില്ലയ്ക്കകത്ത് നഷ്ടപ്പെട്ട 2 സീറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് പാലായും കടുത്തുരുത്തിയാണ്. അപ്പോൾ ഈ പാലായിനേക്കാൾ കൂടുതൽ സാധ്യത കടുത്തുരുത്തിയാണ്. അപ്പോൾ ജോസ് കെ മാണി തന്നെ കടുത്തുരുത്തിയിൽ മത്സരിക്കുമ്പോൾ ആ സീറ്റ് തിരികെ പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി നേതൃത്വം ഒക്കെ. ഏത് രൂപത്തിൽ ആ ചർച്ച നിൽക്കുന്നു എന്നുള്ളതാണ് സജോ ദേവസ്യയിലേക്ക്. സജോ, കേരള കോൺഗ്രസ് എമ്മിൽ ഇപ്പോൾ ജോസ് കെ മാണി കടുത്തുരുത്തിലേക്ക് വരികയാണെങ്കിൽ മോൻസ് ജോസഫ് അത് താല്പര്യപ്പെടുന്നില്ല എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിൽ തന്നെ നിലവിൽ പലതരത്തിൽ ഭിന്നതകളുണ്ട്. ഈ മുന്നണി മാറ്റത്തിന്റെ ചർച്ചകൾ പുറത്തു നടക്കുമ്പോൾ അകത്തും ആ രൂപത്തിലൊരു ചർച്ച ഒരു വശത്ത് വന്നിരുന്നെന്നും അങ്ങനെയെങ്കിൽ LDFിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ചില നേതാക്കൾ താല്പര്യപ്പെടുന്നു എന്നുള്ള വാർത്തകളുണ്ട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ കടുത്തുരുത്തി സീറ്റുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ പാർട്ടിക്ക് അകത്ത് നടക്കുന്നത് സജോ? സ്മൃതി, കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പ്രതിസന്ധികൾ അവർ യഥാർത്ഥത്തിൽ നേരിടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടി ചെയർമാൻ കൂടിയായ ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ സുരക്ഷിതമായ മണ്ഡലം എന്നതാണ്. യഥാർത്ഥത്തിൽ ആ കാര്യത്തിലേക്ക് ഉറപ്പുള്ള ഒരു മണ്ഡലത്തിന്റെ സാധ്യതകളിലേക്ക് എത്തുക. പാലായിൽ മത്സരിക്കാതെ കടുത്തുരുത്തിയിൽ പോയാൽ പാലായിൽ നിന്ന് ഒളിച്ചോടിയെന്ന പ്രചാരണം വരുമോ? അതേസമയം കടുത്തുരുത്തിയിൽ കൂടുതൽ സംഘടനാ സംവിധാനമുണ്ട്, അങ്ങോട്ടേക്ക് പോയി മത്സരിക്കുന്നതാകും സുരക്ഷിതമെന്ന അഭിപ്രായം ഒരു വിഭാഗം പറയുന്നു. മുന്നണി മാറ്റമെന്ന അഭ്യൂഹമുണ്ട്. പക്ഷേ അതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് താല്പര്യമില്ല എന്നൊരു സാഹചര്യമുണ്ട്. അതായത് അവർ വിജയസാധ്യതയും മറ്റും നിലവിലുള്ള ജനപ്രതിനിധികൾ തന്നെ അവരുടെ വിജയസാധ്യതയെ പരിഗണിക്കുന്നുണ്ട്. UDFിൽ പോയാൽ പാലായുടെയും കടുത്തുരുത്തിയുടെയും കാര്യത്തിൽ അതൊരു കീറാമുട്ടിയാകും. അത് കേരള കോൺഗ്രസിന് അനുവദിക്കുക നിലവിലെ സാഹചര്യത്തിൽ സിറ്റിംഗ് MLAമാരെ എടുത്തു നോക്കിയാൽ അത് സാധ്യമാവുകയുമില്ല എന്നൊരു പ്രതിസന്ധി അവിടെ നിൽക്കുന്നുണ്ട്. എന്നതടക്കം കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി കടുത്ത പ്രതിസന്ധി ഉണ്ട് എന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കടുത്തുരുത്തിയിലേക്ക് പോയാൽ അത് കുറെ കൂടി സുരക്ഷിതമാണ് എന്ന് പറയുമ്പോഴും മോൻസ് ജോസഫ് അങ്ങനെ ഒരു ദുർബലനായ എതിരാളിയല്ല. അദ്ദേഹം പല വെല്ലുവിളികളെയും നേരിട്ട് അവിടെ തുടർച്ചയായും വിജയിക്കുന്ന ആളാണ്. അങ്ങനെ ജനകീയനാണ്. അങ്ങനെ ഒരാളെ നേരിടുകയും എളുപ്പമല്ല. കേരള കോൺഗ്രസ് എമ്മിന് സംഘടനാപരമായി ഏറെ ശേഷിയുള്ള സ്ഥലമാണ് കടുത്തുരുത്തി എങ്കിൽ പോലും പാലായിൽ നിന്ന് മാറുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധി അടക്കം നേരിടണം. മറ്റൊരാളെ പാലായിൽ പകരം കുറെ കൂടി മികച്ചൊരു സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യണം തുടങ്ങി രാഷ്ട്രീയമായി പല പ്രതിസന്ധികളുമുണ്ട്. UDFിലേക്ക് പോവുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ ആഭ്യന്തരമായി പ്രതിസന്ധി ഉണ്ടാക്കും. അത് പാർട്ടിയിൽ ഒരുപക്ഷെ പുതിയൊരു പിളർപ്പിന് പോലും സാഹചര്യം സൃഷ്ടിക്കാൻ പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതേസമയം കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു അസ്തിത്വ പ്രതിസന്ധി നേതൃത്വം LDFിലാണെങ്കിലും അണികളിൽ പലരും UDFിലാണ് എന്നൊരു രാഷ്ട്രീയ പ്രതിഭാസമുള്ള പാർട്ടി കൂടിയാണ് കേരള കോൺഗ്രസ് എം എന്നൊരു സാഹചര്യമുണ്ട്. കേരള കോൺഗ്രസ് എമ്മിനെ സ്വാഗതം ചെയ്യുക എന്ന നിലപാട് തന്നെയാണ് UDF സ്വീകരിച്ചിട്ടുള്ളത്. വന്നാൽ നിലവിളക്കൊക്കെ കൊളുത്തി സ്വീകരിക്കും എന്ന ലൈൻ തന്നെയാണ് പൊതുവെ UDF സ്വീകരിച്ചിരിക്കുന്നത്. അവർ വന്നാലേ കാര്യം നടക്കൂ
എന്ന പ്രചാരണം വേണ്ട, പക്ഷേ വന്നാൽ സ്വീകരിക്കാം, അത് ഗുണം ചെയ്യുമെന്ന അഭിപ്രായം പൊതുവിലുണ്ട്. ജോസഫ് ഗ്രൂപ്പും അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ അതേസമയം ഈ കാര്യത്തിൽ ഇപ്പോൾ സീറ്റുകളുടെ കാര്യത്തിൽ അവർക്കിപ്പോൾ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ നേരെ UDF-ലേക്ക് പോകുമ്പോൾ വാങ്ങിച്ചെടുക്കുക എന്നത് അത്ര എളുപ്പമല്ല, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി അവിടെയുണ്ട്. പക്ഷേ കടുത്തുരുത്തി കേന്ദ്രീകരിച്ച് ഈ സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനം അടക്കം കുറെ നാളുകളായി ജോസ് കെ മാണി പ്രവർത്തിക്കുന്നുണ്ട്. ആ സാധ്യതയെ പ്രയോജനപ്പെടുത്തുക, അതായത് നിയമസഭയിലേക്ക് എത്തുക എന്ന ചിരകാല അഭിലാഷം ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറ്റൊന്ന് അവിടെ അവരുടെ പാർലമെന്റ് അംഗത്വം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ലോക്സഭാ അംഗത്വം നഷ്ടമായി. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറച്ച് ശക്തി ദുർബലപ്പെടുന്ന സാഹചര്യം ജോസഫ് ഗ്രൂപ്പിനാണ്, അല്ലെങ്കിൽ അവർക്ക് പാർലമെന്റിലേക്ക് ആളെ അയക്കാൻ കഴിയുന്നു. അതേ രാഷ്ട്രീയ സാഹചര്യം ഇവിടെയില്ല. പക്ഷേ LDF-ൽ പരിഗണന കിട്ടുന്നു എന്ന് പറയുമ്പോഴും രാഷ്ട്രീയമായി നിലനിൽക്കുക, രാഷ്ട്രീയമായി തുടരുക എന്നത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടമാണ്. അത് കൃത്യമായി ഇനിയുള്ള നേതാക്കളെ, അതായത് എല്ലാ നിലവിലെ MLA-മാരടക്കം എല്ലാവരെയും ചേർത്ത് നിർത്തി അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലാതെ അലോസരമില്ലാതെ മുന്നോട്ട് പോവുക എന്നതൊക്കെ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ ഇനിയുള്ള തുടർ ഭാവിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് സുരക്ഷിതമായ മണ്ഡലം കണ്ടെത്തുക എന്ന വെല്ലുവിളി ആ പാർട്ടിക്കകത്ത് സവിശേഷമായി നിലനിൽക്കുന്നുണ്ട്. അതിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രധാനമായ ചർച്ച ആ പാർട്ടിയിൽ നടക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നടക്കുന്ന ചർച്ചയും പ്രധാനമാണല്ലോ. നേരത്തെ കേരള കോൺഗ്രസ് എം പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസിനൊരു സാധ്യത എന്ന നിലയ്ക്ക് ആണ് തുടക്കത്തിൽ വിലയിരുത്തിയത്. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിനെ വളരെ പെട്ടെന്ന് തന്നെ മുന്നണിയിൽ നിന്നും പുറത്താക്കി തെറ്റായി പോയി എന്ന വിലയിരുത്തലാണ് നിലവിലിപ്പോൾ നേതൃത്വമുള്ളത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ UDF-ലേക്ക് അവർ വരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവിട്ടു. വീക്ഷണം മുഖപത്രത്തിൽ, കോൺഗ്രസിന്റെ മുഖപത്രത്തിൽ ഒരു ലേഖനം വരികയും ചെയ്തു. പക്ഷേ അത് ഞങ്ങളെ താറടിച്ചു കാട്ടാനുള്ള ശ്രമമാണെന്ന രീതിയിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ മുഖപത്രം അതിന് തിരിച്ചു മറുപടി നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. UDF-നകത്ത് നടക്കുന്ന ചർച്ചകളിൽ എത്രത്തോളം സാധ്യതകൾ, ഏതെങ്കിലും തരത്തിൽ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയോ അല്ലെങ്കിൽ ഇനിയുള്ള ശ്രമങ്ങളോ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടോ സജോ? സ്മൃതി, നേരിട്ടുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ലെങ്കിലും ഈ കാര്യത്തിൽ അണിയറയിലാണ് നീക്കങ്ങൾ. അതായത് സാമുദായിക സംഘടനകൾ, അത്തരം ആളുകൾ വഴിയും അണിയറയിൽ ചില നിർദ്ദേശങ്ങളുണ്ട്. UDF-ലേക്ക് കേരള കോൺഗ്രസ് എം പോകുന്നതാകും ഉചിതം എന്ന നിലയ്ക്കുള്ള നിർദ്ദേശങ്ങൾ ചില കോണുകൾ, അതായത് ഈ കാര്യത്തിൽ അണിയറയിൽ ഇടപെടലുകൾ നടത്തുന്ന ആളുകൾ വഴിക്കുള്ള നിർദ്ദേശങ്ങൾ പോയിരുന്നു. പക്ഷേ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു മുന്നണി മാറ്റം എന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയായിരിക്കും നൽകുക എന്നൊരു അഭിപ്രായം കേരള കോൺഗ്രസ് എമ്മിൽ തന്നെ ഉണ്ട്. ആ കാര്യത്തിലൊരു അഭിപ്രായ ഐക്യം രൂപീകരിക്കാൻ പെട്ടെന്ന് മുന്നണി വിടുക, കൃത്യമായ കാരണം ബോധിപ്പിക്കാതെ മുന്നണി വിടുക, ഇതൊന്നും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവുകയില്ല. മറ്റൊന്ന് UDF-ലേക്ക് പെട്ടെന്ന് ഒരു കൃത്യമായ റീസൺ, കൃത്യമായ ഉറപ്പുകൾ ഇല്ലാതെ പോയാൽ സ്വാഭാവികമായും അവിടെ ജോസഫ് ഗ്രൂപ്പ് അടക്കമുണ്ട്. അവരുടെ അവകാശവാദങ്ങൾ കൂടി പരിഗണിക്കും വിധം മാത്രമേ UDF-ന് കേരള കോൺഗ്രസ് എമ്മിനെ ഈ ഘട്ടത്തിൽ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അതൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDF-ൽ സുരക്ഷിതമാണ്. കൂടുതൽ മെച്ചപ്പെട്ട സീറ്റുകൾ LDF-ൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു മുന്നണി മാറ്റം എന്തായാലും നടക്കാൻ സാധ്യതയില്ല. അതേസമയം പാർട്ടിക്കകത്ത് കേരള കോൺഗ്രസ് എമ്മിനകത്ത് ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുകയും കൃത്യമായ ഒരു ആശയവിനിമയം നടത്തുകയും ഉറപ്പുകൾ വാങ്ങിക്കുകയും ചെയ്താൽ അതിനുശേഷം മുന്നണി മാറ്റത്തിനുള്ള സാധ്യത, രാഷ്ട്രീയ സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. നിലപാടും ഇതിൽ പ്രധാനമാണ്. ഇപ്പോൾ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇടത് സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്ന വലിയ പ്രതിഷേധം, അതിൽ സഭയെടുക്കുന്ന നിലപാടും കേരള കോൺഗ്രസ് എമ്മിന്റെ മേലൊരു സമ്മർദ്ദമാകും. ഏതായാലും നിലവിൽ വിജയസാധ്യതയുള്ള കടുത്തുരുത്തിയിലേക്ക് ജോസ് കെ മാണി മാറിയേക്കും എന്നുള്ള വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. അഖിൽ കെയും സജോ ദേവസ്യയുമാണ് വിശദാംശങ്ങൾ നൽകിയത്.